ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ലച്ചൂട്ടിയുടെ പിറന്നാളായിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലേക്കും പോയി തിരിച്ചു വന്നു. പെങ്ങളുടെ കൊച്ചാണ് ലച്ചൂട്ടി. പെങ്ങളും പിള്ളേരും കൂടി 2 ദിവസമായി വന്നിട്ട് അവരപ്പോൾ സ്കൂൾ തുറക്കണതിന് വന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വൈകിട്ട് കേക്കൊക്കെ മേടിച്ച് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആയിട്ട് കുറച്ച് മട്ടനും പൊറോട്ടയും പിന്നെ ചോറും അതിനോടൊപ്പം മുട്ടക്കറി എല്ലാം ഉണ്ടായിരുന്നു. മീൻ വറുത്തതുണ്ടായിരുന്നു. എല്ലാം കൂട്ടി നല്ലൊരു അടിപൊളി. പിന്നെ ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യയായിട്ട് ചെറിയൊരു പിറന്നാൾ സദ്യ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഉച്ചയ്ക്ക്. അങ്ങനെ ഈ തവണത്തെ പിറന്നാൾ ഇവിടെ തന്നെ വച്ച് ലച്ചൂട്ടി ആഘോഷിക്കുകയായിരുന്നു. ലച്ചൂട്ടിയുടെ അച്ഛ ഗൾഫിലായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് അപ്പം തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കേക്ക് കട്ടിങ്ങൊക്കെ നടത്തിയത്. പിന്നെ ഫാമിലി എല്ലാവരും ഒത്തുകൂടിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിള്ളേർ കേക്ക് മുഴുവനും വാരിപ്പറക്കി മുകളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയി. അവസാനം ഞാൻ പിന്നെ എല്ലാത്തിനെയും മാറ്റി ഓരോരുത്തർക്കും മുറിച്ച് കൊടുക്കുകയത്. കുഞ്ഞനാണെങ്കിൽ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ തൊട്ട് അടുത്ത് വന്നിരുന്നിട്ട് മുകളിൽ നിന്ന് വലിച്ച് തീറ്റാറും. പിന്നെ ലച്ചൂട്ടിക്ക് അങ്ങനെ കേക്കിനോടൊന്നും അത്ര താല്പര്യമില്ല. ഇച്ചൂനാണെങ്കിലും അത്രയ്ക്ക് താല്പര്യമില്ല. പിന്നെ നമ്മുടെ മോൾക്കും അനീൻ്റെ മോനുമാണ് മൊത്തം കേക്കിനോട് ഭയങ്കര താല്പര്യം. അവർ പിന്നെ കേക്കിലിട്ട് വാരിപ്പറക്കലും കെട്ടിപ്പിടുത്തമായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ തവണത്തെ കേക്ക് കട്ടിങ് ഇവിടെ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സദ്യ കഴിക്കാനുള്ള പരിപാടിയൊക്കെയായിട്ട് പോവുകയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് മുറിച്ച് കൊടുത്തു, ലച്ചൂട്ടിക്ക് കൊടുത്തു. നമ്മൾ കഴിച്ച് എല്ലാവരും സന്തോഷപൂർവ്വം കൊണ്ടാടി. അങ്ങനെ ലച്ചൂട്ടിയുടെ പിറന്നാൾ സൂപ്പറാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളിന്ന് നമ്മുടെ ഡിഷസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി മട്ടൻ കറി, പിന്നെ അതിൻ്റെ ഒപ്പം പൊറോട്ട, പിന്നെ ചോറ്, ഒന്നാന്തരം ഉണക്കസ്രാവ് വറുത്തത്, അങ്ങനെ കുറച്ച് നല്ല നല്ല രീതിയിലുള്ള ഫുഡിങ്ങെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുട്ടക്കറിയും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസ് കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഐറ്റങ്ങളൊക്കെ നമുക്ക് ഫുഡ് ഐറ്റങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ വീഡിയോയ്ക്കൊപ്പം നിങ്ങളെല്ലാവരും വരിക. ഇത് നമ്മൾ ലച്ചൂട്ടിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്താണ്, ഡ്രസ്സ് കൊടുത്തു. പിന്നെ ഇതാണ് മേടിച്ചുകൊണ്ടുവന്ന കേക്ക്. ഇതായിരുന്നു എന്തായാലും റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കളയാം. എന്തായാലും നമ്മുടെ ചക്ക ഒലത്തിയതുണ്ടായിരുന്നു, അതുപോലെ തന്നെ മട്ടൻ കറി, പിന്നെ കുറച്ച് ചിക്കൻ കറി. അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടാണ് ചിക്കൻ കറി, പിന്നെ മുട്ടക്കറി, പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മട്ടൻ കറിയാണ്. അത് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റമാണല്ലോ. അമ്മ ഉണ്ടാക്കുന്ന മട്ടൻ കറിക്കെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് മട്ടൻ കറിക്ക്. അപ്പോൾ അത് കൂട്ടിയാണ് നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളാക്കി. അപ്പോൾ ഇന്ന് മട്ടൻ കറി പൊറോട്ടയോടും കൂടി തിന്നിട്ട് വേണം ഇച്ചിരി ചോറിന്. ഇത് ഉച്ചയ്ക്ക് നമ്മൾ ലച്ചൂട്ടിയുടെ പിറന്നാളായതുകൊണ്ട് ഉണ്ടാക്കിയ പായസമാണ്, സേമിയ പായസം. പിന്നെ അത് തന്നെയല്ല, രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് പായസം കൊണ്ടുവന്നാണ്. അങ്ങനെ അടിപൊളിയാക്കി ഇന്നത്തെ പരിപാടി. പിന്നെ ഈ മട്ടനൊക്കെ നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വീട്ടിൽ മേടിച്ച് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൈപ്പുണ്യമാണ്. മട്ടൻ കറി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീപ്പൂരി. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്കൊരു ചെറിയൊരു പിറന്നാൾ സദ്യ ഒരുക്കായിരുന്നു. ആ പിറന്നാൾ സദ്യയാണ് ലച്ചൂട്ടി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തും കുറച്ച് മീനൊക്കെ കൂട്ടി കൊടുത്തു. കാരണം ഇപ്പോൾ മീനൊക്കെ കൂട്ടാതൊന്നും പിള്ളേരൊന്നും കഴിക്കില്ല. പിന്നെ പിറന്നാൾ സദ്യക്ക് സാധാരണ മീനൊന്നും വയ്ക്കാറില്ല, എന്നാലും അങ്ങനെ കഴിക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.